അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കാസർഗോഡ് വെച്ചിട്ടാണ് ഒരു സംഭവം നടക്കുന്നത്. സ്കൂളിൽ പോയി 2 വിദ്യാർത്ഥികൾ, 5 വയസ്സ് മാത്രമാണ് ഐസിൻ്റെ പ്രായം. റിസ്വാനുടെ പ്രായം 15 വർഷമാണ്. ഐസീനാണെങ്കിൽ ഉമ്മാക്ക് ഏക മകനാണ്. ആ കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നു ഐസീൻ. മോൻ നൂറുദ്ദീൻ്റെ മകനാണ്. സ്കൂളിൽ പോയ മകൻ വീട്ടിലേക്ക് മയ്യത്തായിട്ടാണ് എത്തുന്നത്. യാ അല്ലാഹ്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല കുടുംബത്തിന് ക്ഷമാപ്രദാനം ചെയ്യട്ടെ. റിസ്വാനയാണെങ്കിൽ അവൾ ട്യൂഷൻ പോയ പെൺകുട്ടിയാണ്. വളരെ സന്തോഷത്തോടെ നമ്മുടെ മക്കളെക്കുറിച്ച് നാം ശ്രദ്ധിക്കണം. മക്കളൊക്കെ അവർ വലിയ സന്തോഷത്തിൻ്റെ ലോകത്തിലാണ്. അവർക്ക് അപകടത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാനോ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള പ്രായമല്ലല്ലോ. ഈ ഐസിൻ്റെ 5 വർഷ പ്രായം എന്ന് പറയുമ്പോഴേക്ക് ചെറിയ കുട്ടിയാണല്ലേ. അപ്പോൾ സ്കൂൾ അധികൃതർ കൃത്യമായി, കാരണം നമ്മുടെ ഈ ചെറുപ്പക്കാരായ യുവാക്കൾ നമ്മുടെ സ്കൂളുകളിൽ എത്ര അടുത്താണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നത്. സ്കൂൾ ബസ് ഡ്രൈവർമാരായി നിയമിക്കുന്നത്. കാരണം അവർക്കും ഒരു ചിലപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധമുണ്ടാവില്ല. അങ്ങനെയാണ് സ്കൂളിൽ ഈ സ്കൂൾ ഡ്രൈവർമാരൊക്കെ വിളിച്ച് അവർക്ക് കാര്യമായൊരു ക്ലാസ് കൊടുക്കണം. എങ്ങനെയാണ് ബസ് ഓടിക്കേണ്ടത്. ഒരു കുട്ടി ബസ്സിൽ ഇങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ, പ്രത്യേകിച്ച് ചെറിയ മക്കളാകുമ്പോൾ, അവർ റോഡ് മുറിച്ച് കടക്കുകയാണെങ്കിൽ മുറിച്ച് കടന്നു അവരുടെ വീട്ടിലേക്ക് എത്തി, അല്ലെങ്കിൽ അവിടെ മാതാപിതാക്കൾ സുരക്ഷിതരായി ഞാൻ ഏൽപ്പിച്ചു എന്ന ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിൻ്റെ ശേഷമാണ് അവരുടെ ഉത്തരവാദിത്വം പരിപൂർണമാകുന്നത്. സ്കൂളിൽ നിന്ന് ബസ്സിൽ നിന്ന് കുട്ടി ഇറങ്ങലോടുകൂടി പെട്ടെന്ന് ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്തമല്ലല്ലോ. ആ കുട്ടിയുടെ ഉത്തരവാദിത്വം ഇവരാണ്. കാരണം ഈ കുട്ടി പാവം എന്തറിയാം, ആ കുട്ടിക്ക് ചെറിയ കുട്ടിയല്ലേ. ആ കുട്ടി സന്തോഷത്തിൻ്റെ ലോകത്തിൽ ഇങ്ങനെ സന്തോഷിച്ചത് ഇത് അപകടം സംഭവിക്കും, ഞാൻ ശ്രദ്ധിക്കണം, അത് ആ ചിന്തിക്കുന്ന പ്രായമല്ലല്ലോ. അതേ സമയത്ത് നമ്മുടെ റിസ്വാന ഇവളാണെങ്കിലും നോക്ക്, നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് ചെറിയ ചെറിയ മക്കൾ, അവരുടെ കയ്യിൽ വണ്ടിയൊക്കെ കൊടുക്കുന്നത് അത് പരിശുദ്ധമായ ദീനിനെതിരാണ്. കാരണം ഇവിടുത്തെ സർക്കാരത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ ബാധ്യതയാണ്. വാത്തിയുല്ലാ വാത്തിയുർ റസൂല ഉൽ അംരി മിൻകും എന്നാണ്. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുകയും ഇവിടുത്തെ സർക്കാർ നിയമങ്ങൾ, ശരീഅത്തിന് വിരുദ്ധമല്ലാത്ത നിയമങ്ങളെ അനുസരിക്കൽ അനിവാര്യമാണ്. ചെറിയ മക്കളൊക്കെയാണ് സ്കൂട്ടി ഓടിക്കുക സ്കൂളിലേക്ക്. കാരണം അപകടം സംഭവിച്ചാൽ പിന്നെ അത് വലിയ ദുഃഖത്തിനും കണ്ണീരിലായിട്ടാണ് ആ ദുഃഖ വാർത്ത. പിന്നെ ആ കുടുംബത്തിന് താങ്ങാനോ സഹിക്കാനോ ഒന്നും പറ്റുമല്ലോ. എത്ര അപകടങ്ങളാണ്. മകൻ വൈക്ക് വേണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ പേരിലാണ് വാപ്പ വാങ്ങിക്കൊടുത്തത്. കൊടുത്തിട്ടോ ആ കുടുംബം തന്നെ നശിഞ്ഞു പോയി. മകൻ കൊണ്ടുപോയി ഒരു ലോറിൻ്റെ അടിയിൽ വെച്ചു. മകൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു, ബൈക്ക് നഷ്ടപ്പെട്ടു. ഇത് കേട്ട വാർത്ത കേട്ട് അവിടെ ഉമ്മ ബോധം കെട്ടു, ഉമ്മയും മരണപ്പെട്ടു. പിന്നെ വാപ്പാക്ക് താങ്ങാൻ പറ്റാതെ വാപ്പ പിന്നെ അവസാനം ജീവനൊടുക്കി. എത്ര സംഭവങ്ങളാണ് എൻ്റെ പ്രിയമുള്ളവരെ. നമ്മുടെ ചെറിയ മക്കൾക്ക് എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാം ആ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നത്? അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മുടെ ബൈക്കിൻ്റെ താക്കോൽ അവരെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നാം ചെയ്യുന്നത് ദ്രോഹമാണ്. നോക്കൂ, ഈ പെൺകുട്ടി വീട്ടിലേക്ക് വളരെ പ്രതീക്ഷയോടെ ആ മക്കൾ അങ്ങനെയാണ് വീട്ടിൽ നിന്ന് പുറത്തു പോയി ആ മക്കൾ തിരിച്ചു എത്തുന്നത് വരെ മാതാപിതാക്കൾക്ക് വല്ലാത്ത പേടിയാണ്. എൻ്റെ മകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും. അന്ന് രാത്രി വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ ആ ഉമ്മ മക്കളെക്കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ടാണ് ആ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. കാരണം അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പൊന്നു മക്കളാണല്ലോ, പ്രത്യേകിച്ച് പെൺമക്കളൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്. എന്നാൽ ഈ മരണ വാർത്ത കേൾക്കുമ്പോൾ ആ കുടുംബം എങ്ങനെ സഹിക്കും? ഐസീൻ എന്ന് പറയുന്ന 5-6 ഓമനിച്ച്, അവർക്ക് ആ കുട്ടിയെ ഓമനിച്ച് കൊതി തീർന്നതിൻ്റെ മുമ്പ് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. റിസ്വാനിലെ കുമ്പള ആശുപത്രിയിൽ കൊണ്ടുപോയി, പിന്നെ മംഗലാപുരം കൊണ്ടുപോയി, രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിദാരുണമായി മരണപ്പെട്ടു പോയി. അള്ളാഹു ആ പൊന്നുമോൾക്ക് പൊരുത്തു കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂടട്ടെ. ഐസിനാണെങ്കിലോ അവരുടേതേ സ്കൂൾ ബസ്സിലാണ് അപകടം സംഭവിക്കുന്നത്. സ്കൂൾ ഇറങ്ങി വരുമ്പോഴാക്കാൻ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി എടുക്കുന്നു. ഐസിന് അവിടെ തന്നെ മരണപ്പെടുന്നവർ. വളരെ വേദനിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന, മുമ്പിൽ വെച്ച് മരണം എൻ്റെ പ്രിയപ്പെട്ടവരെ കാണുകയും ഡ്രൈവർ തന്നെ ആ കുട്ടിയെ കൊണ്ടുപോകുന്നു. എന്നാലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഒരു കുട്ടി ബസ്സിൽ നിന്നിറങ്ങി കൃത്യമായി അവരുടെ വീട്ടിലേക്ക് കടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ റോഡ് മുറിച്ച് കടന്നിട്ടുണ്ടോ, സുരക്ഷിതമായി അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ
എന്നെങ്കിലും അവരുടെ വീട്ടിൻ്റെ മാതാപിതാക്കൾ വിളിച്ച് മുൻകൂട്ടി അറിയിക്കണം, ഇതാ ഞങ്ങളെ വരുന്നുണ്ട്, നിങ്ങളെ മകൻ എത്താറായി. അല്ലെങ്കിൽ ആ കൃത്യസമയം, അങ്ങനെ കൃത്യസമയത്ത് തന്നെ സ്കൂളിൽ നിന്ന് പോവുകയാണെങ്കിൽ അവർ കൃത്യസമയത്ത് അവിടെ കാത്തു നിൽക്കും മക്കളെ. മാതാപിതാക്കളും ശ്രദ്ധിക്കണം, നമ്മുടെ പൊന്നു മക്കളെ വരുന്നുണ്ട്, നമ്മൾ കാത്തു നിന്ന് അവരെ കൊണ്ടുവരണം, അത് നമ്മുടെ ബാധ്യതയാണ്. ചിലപ്പോൾ വീട്ടിൽ വിരുന്നറ അല്ലെങ്കിൽ ആരെങ്കിലും അതിഥികൾ വന്നിട്ടുണ്ടാവും, പെട്ടെന്ന് ചിലപ്പോൾ അങ്ങനെ സൗകര്യം ഉണ്ടാകും. എന്തെങ്കിലും സ്കൂൾ ബസ് ഓടിക്കുന്ന അതിൻ്റെ ഡ്രൈവർമാരും അതിലുള്ള ആളുകളും ആ കാര്യം ശ്രദ്ധിക്കണം. ചെറിയ മക്കളല്ലേ, നമുക്ക് ആ കുടുംബത്തിന് ഇത് താങ്ങാൻ പറ്റുമോ? ഈ ചെറിയ പൊന്നുമോൻ, അതുമല്ലാതെ വീട്ടിൻ്റെ ഏക മകനാണ് ഐസിൻ, എങ്ങനെ സഹിക്കും എൻ്റെ പ്രിയമുള്ളവരെ? ഈ നമ്മുടെ ഈ അശ്രദ്ധ കൊണ്ട് ഈ സംഭവിക്കുന്ന അപകടങ്ങളൊക്കെ ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? നമ്മുടെ അശ്രദ്ധ കൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ നാമാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. സ്കൂൾ അധികൃതർ ഇത് കൃത്യമായി നമ്മുടെ സ്കൂൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്കൊക്കെ വളരെ കൃത്യമായൊരു ബോധവൽക്കരണം നാം നടത്തണം. സ്കൂളിൽ വെച്ചിട്ട് നമ്മുടെ ജോലി എന്താണ്, ജോലിയുടെ ഉത്തരവാദിത്വം എന്താണ്, നമ്മുടെ മക്കളിലേക്ക് സ്കൂളിലേക്ക് വരുന്ന ഓരോ മക്കളും വലിയ പ്രതീക്ഷയായിട്ടാണല്ലോ വരുന്നത്. എന്നാൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടാൽ പിന്നെന്ത് പ്രതീക്ഷയാണ് എൻ്റെ പ്രിയമുള്ളവരെ? ജീവനാണല്ലോ ഏറ്റവും വലുത്. അതിന് അപകടം സംഭവിക്കാത്ത രീതിയിൽ ആ സ്കൂളിലെ ബസ്സിൻ്റെ അധികൃതർ തീർച്ചയായും ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. ഈ ഒരു അവഗണന, ഈ ഒരു അശ്രദ്ധ ആ കുടുംബത്തെ കണ്ണീരിലാക്കി. നമുക്ക് റിസ്വാന മോള് സ്കൂളിലേക്ക് പോയി തിരിച്ചു വന്നത് മയ്യത്തായിട്ടാണ്. യാ അല്ലാഹ്. കാരണം സ്കൂൾ പോയ ആ സ്കൂട്ടിൽ, ഇലക്ട്രിക്കൽ സ്കൂട്ടിലാണ് പോയത്, അതാണ് അപകടം സംഭവിക്കുന്നത്. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി മുതലെങ്കിലും ഇത്തരത്തിലുള്ള അപകടം വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. കാരണം ഇത് താങ്ങാൻ പറ്റാത്തതാണ്, സഹിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റാത്തൊരു സംഭവമാണ്. താൻ സഞ്ചരിച്ച സ്കൂളിൻ്റെ ബസ്സിലേക്ക് തന്നെ കുട്ടി മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്രത്തോളം സങ്കടമുണ്ടാകും, എത്രത്തോളം വിഷമമുണ്ടാകും. എങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വിഷമത്തെ പരിഹരിക്കാൻ പറ്റും? ആ കുടുംബത്തിന് ഇത് പരിഹരിക്കാൻ പറ്റാത്ത വിഷമവും സങ്കടവുമായി അവരുടെ മനസ്സിൽ എന്നും ഇത് തങ്ങി നിൽക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ആ കുടുംബത്തിന് യാ അല്ലാഹ് ഇതിൻ്റെ പ്രത്യേകമായ ആ ഒരു സബ്ർ ആ കുടുംബത്തിന് നൽകണം. പൊന്നു മക്കളെ ഓമനിച്ച് കൊതി തീർന്നതിൻ്റെ മുമ്പ് അല്ലേ, മക്കളാകുമ്പോൾ അവർ അവരുടേതായ ലോകത്താണ് അവരുള്ളത്. അപ്പോൾ നമ്മുടെ സ്കൂൾ ബസ്സിൽ പോകുന്ന ഡ്രൈവർമാർക്ക് കൃത്യം നമ്മുടെ മക്കൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയോ എന്നും ഇറങ്ങിയിട്ട് കൃത്യമായി വീട്ടിലേക്ക് നടന്ന് എത്തിയോ എന്ന് വളരെ കൃത്യമായി നമ്മത് മനസ്സിലാക്കില്ല എങ്കിൽ ഈ ഒരു അപകടത്തിന് എൻ്റെ പ്രിയപ്പെട്ടവർ എങ്ങനെ നമുക്ക് എങ്ങനെ ആശ്വസിപ്പിക്കാൻ പറ്റും, എങ്ങനെ സമാധാനം പറയാൻ പറ്റും? അള്ളാഹു ആ കുടുംബത്തിന് അള്ളാഹു ഈ ഒരു പരീക്ഷണം താങ്ങാനുള്ള ശേഷി നൽകണേ റഹ്മാനെ. അള്ളാഹു നിൻ്റെ പരീക്ഷണങ്ങളിൽ അള്ളാഹു നമുക്ക് തരണം ചെയ്യാൻ നമുക്ക് അത്രയും ഈമാനികമായ ശക്തിയില്ല റഹ്മാനെ. അള്ളാഹു നിൻ്റെ പ്രത്യേകമായ ഹിഫ്ദിയത്തല്ലാതെ വേറൊരു മാർഗമില്ല അള്ളാഹു നമ്മുടെ പൊന്നുമക്കൾ സ്കൂൾ മദ്രസയിൽ പോകുന്നവരാണ്. നിൻ്റെ പ്രത്യേകമായ ഹിഫ്ദിയത്തും കാവലും അള്ളാഹു നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.